തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സലീതകുമാരിയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് കൌൺസിലർ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മയുടെ മകൻ രാഹുൽ. ജോസ് ഫ്രാങ്ക്ലിൻ പിന്തുടർന്ന് നടത്തിയ കൊലപാതകമെന്നാണ് രാഹുൽ ആരോപിച്ചത്. ജനപ്രതിനിധി എന്ന നിലയിൽ പല ആവശ്യങ്ങൾക്കും ജോസ് ഫ്രാങ്ക്ലിനുമായി ബന്ധപ്പെട്ടിരുന്നു. ജോസ് ഫ്രാങ്ക്ലിൻ ഉപദ്രവിക്കുന്നുവെന്ന് അമ്മ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവാണ് ഈ വാർത്ത. നമ്മുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറാണ് രാഹുലുമായി സംസാരിച്ചത്. ഷഫീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതീവ ദുഃഖകരമായ ചില വിവരങ്ങളാണ് നെയ്യാറ്റിൻകര മുട്ടക്കാട് സലിതകുമാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൽ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയപ്പെടുന്ന ഒരാളുടെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നതടക്കം ചില വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ വളരെ സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ മകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എൻ്റെ അമ്മ ഇപ്പോൾ ലെറ്ററിൽ ഒരാൾ ആത്മഹത്യക്കുറിപ്പിൽ ഒരാളുടെ പേര് വ്യക്തമായിട്ട് എഴുതുമ്പോൾ അത് ചുമ്മാ ഒരു പേര് എഴുതിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അമ്മയ്ക്ക് അങ്ങനത്തെ വേറൊരു കാരണമില്ല. ഒരു അമ്മ ഒരു മോനോട് അവസാനം പറയുന്ന പോലെയാണ് കത്തിൽ കൊടുത്തേക്കുന്നത്. മോനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എൻ്റെ മരണം എന്നെ കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ശല്യങ്ങളുണ്ട്. കാര്യം ഞാൻ കൂടുതൽ സംസാരിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി, അതായത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഈ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയപ്പെടുന്നയാൾ അയാളാണ് ഇതിന് കാരണം എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിൽ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ട്. എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇയാളാണ് കാരണം എന്ന് കാരണം ഇത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഒരു ഇത് എനിക്കായാലും പനീത്തിയായാലും ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ് ഞെട്ടി. ഇങ്ങനെ ഒരു വ്യക്തി കാരണം, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് അല്ല, ഇറ്റ്സ് മർഡർ എന്ന് തന്നെ നമുക്ക് പറയാം. അല്ല, ഒരാളുടെ മനസ്സിങ്ങനെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇത്രത്തോളം വേദന വെച്ച് ബേണായി കത്തി മരിക്കുന്നുണ്ടെങ്കിൽ അപ്പം അത് ഇത്രത്തോളം മെന്റലി പുള്ളിക്കാരത്തേക്ക് അത് വേദനിച്ചിട്ട് പിന്നെ പറ്റുള്ള അങ്ങനെ ജീവിക്കാൻ പറ്റുള്ള എന്ന് രണ്ട് പിള്ളേർ അറിയാം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ അത് സ്വാഭാവികമാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മൾ 24 ആണ് ഈ വാർത്ത ആദ്യം ഇതങ്ങനെയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പം നമ്മളിത് വിളിച്ചന്വേഷിക്കുമ്പോഴും ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ ഒരു മൂടിവെപ്പ് ഇതിനകത്തുണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പോലീസുകാർ വീണ്ടും ഇന്നലെ വൈകിട്ട് വന്ന് നോക്കി. അപ്പോഴും അവർ സെർച്ച് ചെയ്തു, ആ ഏരിയ ഒക്കെ ബൈബിളതൊക്കെ അവിടെയൊക്കെ സെർച്ച് ചെയ്തു. പക്ഷെ അവർക്ക് ഇന്നലെ ഒന്നും കിട്ടിയില്ല. അവർ പിന്നെയും വീടിൻ്റെ അകത്ത് കയറണ്ടെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. ഇന്നലെ വന്ന് വീണ്ടും നോക്കിയപ്പോഴാണ് രണ്ട് പീസ് പേപ്പറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇന്നലെ അവർ അതേ സ്ഥലത്ത് നോക്കിയായിരുന്നു. അപ്പം എനിക്കറിയില്ല, ഇന്നലെ കിട്ടിയില്ല. ഇന്നലെ ശരിക്കും കിട്ടിയെങ്കിൽ അവർ ഇന്നലെ തന്നെ പറയായിരുന്നു. ഇന്നാണ് അവർക്ക് കിട്ടിയത്. ഏതായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല. സമാധാനം കിട്ടട്ടെ, നീതി കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. സലിതകുമാരിയുടെ മരണം അത് ഒരു തരത്തിലും ആത്മഹത്യയല്ല, അതിങ്ങനെ ഉപദ്രവിച്ചുണ്ടാക്കിയ ഒരു കൊലപാതകമെന്ന് തന്നെയാണ് മകൻ ഒരു തരത്തിൽ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കണം, എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തണം. ജോസ് ഫ്രാങ്ക്ലിൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ നൽകുകയും വേണം. ക്യാമറമാൻ അഭിലാഷ് തിരുവങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.